നമസ്കാരം. ഞാനിന്ന് ഇവിടെ ചർച്ച ചെയ്യാനായി വന്നിരിക്കുന്നത് രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ തമ്മിലുള്ള ഗാഢമായ ബന്ധത്തിനെ കുറിച്ചാണ്. ഇതിപ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന സംശയത്തിലായിരിക്കും അല്ലേ? വേറെ ആരെയും പറ്റിയല്ല, നമ്മുടെ മോദിയുടെയും ട്രംപിൻ്റെയും സൗഹൃദം ഇപ്പോൾ ഏത് ലെവലിലേക്ക് എത്തിയെന്നാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. കേട്ടാൽ ഉറപ്പായും ഞെട്ടും. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈയിടെയായി മോദിയില്ലാതെ ട്രംപിനിപ്പോൾ ഒന്നിനും വയ്യ. അത്രയും സ്നേഹവും ആത്മബന്ധവും ഇരുവരും തമ്മിൽ വളർന്നു കഴിഞ്ഞു. വെറുമൊരു ഔദ്യോഗിക ബന്ധത്തിനപ്പുറം രണ്ട് രാജ്യങ്ങളുടെയും തലപ്പത്തിരിക്കുന്ന ഈ വലിയ നേതാക്കൾ തമ്മിലുള്ള പരസ്പര സ്നേഹവും ബഹുമാനവും ഇന്ന് ലോകം മുഴുവൻ അതിശയത്തോടെ ചർച്ച ചെയ്യുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് തന്റെ ഭരണപരമായ ഓരോ കാര്യത്തിലും നരേന്ദ്രമോദിയുടെ പിന്തുണയും ഒപ്പമുള്ള സാന്നിധ്യവും എത്രത്തോളം ആഗ്രഹിക്കുന്നുവെന്ന് ലോകം ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ലോകത്തിന്റെ ഏത് വലിയ പ്രതിസന്ധി ഘട്ടത്തിലും ട്രംപ് ആദ്യം വിളിക്കുന്നതും ആലോചിക്കുന്നതുമായ പേര് മോദിയുടേതായി മാറിക്കഴിഞ്ഞു. വൈറ്റ് ഹൗസിന്റെ ഉമ്മറത്ത് വന്ന് കാത്തുനിന്ന് മോദിയെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന ആ വലിയ സ്നേഹത്തിന്റെ നിമിഷങ്ങൾ നൽകുന്ന വ്യക്തമായ സന്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ തികച്ചും പുതിയൊരു കൂട്ടായ്മയുടെയും നയതന്ത്ര ബന്ധത്തിന്റെയും അടിയുറച്ച ഉദയമാണ്. പണ്ട് അമേരിക്കയുടെ വിസപ്പട്ടികയിലും കണ്ണിലെ കരടുമായിരുന്ന ആ വലിയ മനുഷ്യൻ ഇന്ന് ലോകത്തിന്റെ തന്നെ ഗതി മാറ്റുന്ന ശക്തനായ മാന്ത്രികനായി വാഴുകയാണ്. അന്ന് മോദിയെ അകറ്റി നിർത്താൻ നോക്കിയ അമേരിക്കൻ ഭരണകൂടങ്ങൾ തന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു വാക്കിനായി കാത്തുനിൽക്കുന്ന വലിയ മാറ്റത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. വെസ്റ്റേൺ കൺട്രീസിന്റെ നെഞ്ചിലേക്ക് ഇന്ത്യ തന്റെ സാമ്പത്തികവും സൈനികവുമായ വേരുകൾ ആഴ്ത്തിക്കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ വാഷിംഗ്ടണിൽ നിന്നും പുറത്തുവരുന്ന ഈ ചരിത്ര പ്രധാനമായ പ്രതിരോധ ആണവ കരാറുകൾ. ലോകം മുഴുവൻ ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തുമ്പോഴും അമേരിക്കയെ പോലൊരു വൻ ശക്തിയെ വിരൽത്തുമ്പിൽ നിർത്തി ഇന്ത്യ നേടിയ ഈ ചരിത്ര വിജയം കാണുമ്പോൾ കണ്ണു തള്ളിയിരിക്കുകയാണ് നമ്മുടെ വിദേശ ശത്രുക്കൾ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തന്ത്രപ്രധാന ബന്ധം പുതിയൊരു ചരിത്രത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ അത് ലോകത്തിന്റെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ മാറ്റിമറിക്കുകയാണ്. വരുന്ന 10 വർഷത്തേക്ക് പ്രതിരോധ പങ്കാളിത്തം സമാനതകളില്ലാത്ത ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പുതിയ നയതന്ത്ര രൂപരേഖയ്ക്കാണ് ഇരു രാജ്യങ്ങളും സംയുക്തമായി രൂപം നൽകിയിരിക്കുന്നത്. ലോകം ഭയത്തോടെ നോക്കിക്കാണുന്ന അത്യാധുനിക ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഇനി അമേരിക്കൻ മണ്ണിൽ മാത്രമല്ല, സാക്ഷാൽ ഭാരത മണ്ണിൽ നിർമ്മിക്കപ്പെടുമെന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ആഗോള വിപണിയിൽ ഇന്ത്യയുടെ ശക്തി വിളിച്ചോതുന്ന ജാവലിൻ ആന്റി ടാങ്ക് മിസൈലുകളും സ്ട്രൈക്കർ ഇൻഫൻട്രി കോമ്പാക്ട് വാഹനങ്ങളും അതീവ രഹസ്യ സ്വഭാവമുള്ള ഡ്രോൺ സാങ്കേതിക വിദ്യകളും ഇനി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ സ്വന്തം മണ്ണിൽ നിർമ്മിക്കപ്പെടാൻ പോവുകയാണ്. അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ കരുത്തും ഭാരതീയ യുവത്വത്തിന്റെ പ്രതിഭയും ഒന്നിക്കുമ്പോൾ പിറവികൊള്ളുന്നത് ലോകം ഞെട്ടാൻ പോകുന്ന ഒരു പുതിയ പ്രതിരോധ സാമ്രാജ്യം തന്നെയാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഇനി ഇന്ത്യയെ കണ്ട് പഠിക്കേണ്ട കാലം വിദൂരമല്ല എന്ന് ട്രംപ് ഭരണകൂടം തന്നെ തുറന്ന് സമ്മതിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ പ്രതിരോധ സഹകരണം രാജ്യത്തിന്റെ സുരക്ഷയെയും സമാധാന അന്തരീക്ഷത്തെയും ഇതുവരെ ഇല്ലാത്ത വിധം പുതിയൊരു തലത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ അതിർത്തികൾ ഇനി കൂടുതൽ സുരക്ഷിതമാക്കാനും നുഴഞ്ഞുകയറ്റങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാനും ഈ ആയുധ കരാറുകൾ വലിയൊരു മുതൽക്കൂട്ടായി തന്നെ മാറും. ആഗോളതലത്തിൽ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഈ സഖ്യം അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഒരേപോലെ വലിയ കരുത്ത് പകരുന്നുണ്ട്. നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനായി അത്യാധുനിക യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും സംയുക്തമായി നിർമ്മിക്കുന്നതിനുള്ള ചർച്ചകളും ഇപ്പോൾ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുന്നു. വർഷങ്ങളായി ചുവപ്പ് നാടകളിൽ കുരുങ്ങി വഴിമുട്ടി നിന്നിരുന്ന സിവിൽ ആണവ കരാർ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരുത്താനുള്ള ട്രംപിന്റെയും മോദിയുടെയും മാസ്റ്റർ സ്ട്രോക്ക് ലോകരാഷ്ട്രങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കൻ രൂപകൽപ്പനയിലുള്ള കൂറ്റൻ ആണവ റിയാക്ടറുകൾ ഇന്ത്യൻ മണ്ണിൽ തല ഉയർത്തി നിൽക്കാൻ പോകുന്നു. അണുശക്തി നിയമത്തിലും ആണവ ബാധ്യത നിയമത്തിലും ചരിത്രപരമായ ഭേദഗതികൾ വരുത്തി നിക്ഷേപ സൗഹൃദ അന്തരീക്ഷമൊരുക്കാൻ നമ്മുടെ രാജ്യമെടുത്ത ആ ധീരമായ തീരുമാനത്തെ അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് കണ്ട് അഭിനന്ദിച്ചിരിക്കുകയാണ്. ഭാവിയിലെ ഊർജ പ്രതിസന്ധികളെ തല ഉയർത്തി നേരിടാൻ ലക്ഷ്യമിട്ട് അഡ്വാൻസ്ഡ് സ്മോൾ മൊഡ്യൂളർ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിലും ഇരു രാജ്യങ്ങളും കൈകോർക്കുകയാണ്. വൈറ്റ് ഹൗസ് വക്താക്കൾ പോലും പ്രശംസ കൊണ്ട് മൂടിയ ഈ കൂട്ടുകെട്ട് ആഗോള ഊർജ്ജരംഗത്ത് ഇന്ത്യയുടെ കുത്തക ഉറപ്പിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. വികസിത രാജ്യങ്ങളുടെ പടിവാതിൽക്കൽ യാചനകളുമായി നിന്നിരുന്ന പഴയ ഇന്ത്യയല്ല ഇന്നത്തേത്. മറിച്ച് അമേരിക്കയെ പോലൊരു വൻ ശക്തിയോട് മുഖാമുഖം നിന്ന് കരാറുകളിൽ ഒപ്പുവയ്ക്കുന്ന ആത്മവിശ്വാസത്തിന്റെ മറ്റൊരു പേരാണ് നരേന്ദ്രമോദി.
ഭാവി തലമുറകൾക്ക് ആവശ്യമായ സുരക്ഷിതമായ ഊർജ്ജ ലഭ്യത ഉറപ്പാക്കുന്നതിൽ ഈ ആണവ കരാറുകൾ നിർണായക പങ്ക് വഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്തിന്റെ വ്യവസായ വളർച്ചയ്ക്കും ഉൽപാദന മേഖലയ്ക്കും ഈ ഊർജ്ജ സഹകരണം പുതിയ ഉണർവ് നൽകുമെന്ന് ഉറപ്പാണ്. കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഹരിത ഊർജ്ജ സ്രോതസ്സുകൾ വികസിപ്പിക്കുന്നതിലും ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളുടെയും സൈനിക വ്യവസായ കൂട്ടായ്മയെ പുതിയൊരു തലത്തിലേക്ക് വളർത്തുന്നതിനായി ട്രസ്റ്റ് എന്ന അതിശക്തമായ സാങ്കേതിക വിനിമയ സംരംഭത്തിനാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അത്യാധുനിക ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ, സമുദ്ര സുരക്ഷ എന്നിവയിലെല്ലാം സ്വകാര്യ സംരംഭങ്ങളുടെയും ഗവേഷണ സ്ഥാപനങ്ങളുടെയും കൈകോർക്കലിലൂടെ ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിക്കുകയാണ്. മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയവും അമേരിക്കൻ സാമ്പത്തിക താൽപ്പര്യങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള കോമ്പാക്ട് പദ്ധതി ഉഭയകക്ഷി വ്യാപാര രംഗത്ത് വലിയൊരു വിപ്ലവത്തിന് തന്നെ തിരിതെളിയിച്ചിരിക്കുന്നു. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും നിലനിർത്തുന്നതിൽ ഇന്ത്യയുടെ വാക്കാണ് അവസാന വാക്ക് എന്ന് ലോകത്തിനു മുന്നിൽ അടിവരയിട്ട് പ്രഖ്യാപിക്കുകയാണ് അമേരിക്ക. ചൈനയെ പോലെയുള്ള ഏകാധിപത്യ രാജ്യങ്ങൾ വിറളി പൂണ്ട് നോക്കി നിൽക്കെ അമേരിക്കയുമായി ചേർന്ന് ഇന്ത്യ നടത്തുന്ന ഈ സാമ്പത്തിക സൈനിക മുന്നേറ്റങ്ങൾ ചരിത്രത്തിൽ എഴുതപ്പെടുന്നത് സുവർണ ലിപികളിലായിരിക്കും. ഈ കൂട്ടായ്മ രാജ്യത്തിന്റെ സാങ്കേതിക രംഗത്തിന് നൽകുന്ന ഉണർവ് ചെറുതല്ല. ബഹിരാകാശ ഗവേഷണം, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സൈബർ സുരക്ഷ തുടങ്ങിയ അതിപ്രധാന മേഖലകളിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം പുതിയ ഉയരങ്ങൾ തൊടുകയാണ്. യുവതിയുവാക്കൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും ഇത് പുതിയ തൊഴിലവസരങ്ങളുടെ വലിയൊരു ലോകം തന്നെ തുറന്നു നൽകും. ആഗോള വിപണിയിൽ ഇന്ത്യയുടെ കയറ്റുമതി നിരക്ക് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ നേതാക്കൾ പോലും മോദിയുടെ ഒരു കയ്യൊപ്പ് കിട്ടാൻ ക്യൂ നിൽക്കുന്ന ഇന്നത്തെ അവസ്ഥ ഭാരതത്തിന്റെ ആഗോള വളർച്ചയുടെ ആകാശത്തോളം ഉയരമുള്ള വിജയഗാഥയാണ് വിളിച്ചോതുന്നത്. അമേരിക്കൻ മണ്ണിൽ ഇന്ത്യയുടെ കൊടിപാറിച്ചുകൊണ്ട് ട്രംപും മോദിയും നടത്തുന്ന ഈ നയതന്ത്ര നീക്കങ്ങൾ രാജ്യത്തെ ഓരോ പൗരനെയും പുളകം കൊള്ളിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. അടിയുറച്ച ദേശസ്നേഹവും പ്രായോഗിക ബുദ്ധിയും കൈമുതലാക്കി നരേന്ദ്രമോദി എന്ന ഭരണാധികാരി നമ്മുടെ രാജ്യത്തെ എത്തിച്ചിരിക്കുന്ന ഈ ഉന്നതികൾ ഒരു കാലത്ത് ആരും സ്വപ്നം പോലും കണ്ടിരുന്നില്ല. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഇടംകാലിട്ട് ചവിട്ടിത്താഴ്ത്താൻ നോക്കുന്ന കുൽസിത ശ്രമങ്ങളെല്ലാം ഇല്ലാതായി പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഔദാര്യത്തിന് കാത്തുനിൽക്കാതെ തുല്യനീതിയിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നുവെന്നത് അഭിമാനകരമാണ്. വരും തലമുറകൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഈ സുവർണ കാലഘട്ടം ഭാരതത്തിന്റെ കീർത്തി പതാക ലോകത്തിന്റെ ഏതു കോണിലും വാനോളം പറപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ സൗഹൃദവും കൂട്ടായ്മയും രാജ്യത്തെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ ലോകരാഷ്ട്രങ്ങളുടെ ഭൂപടത്തിൽ ഭാരതം വലിയൊരു നിർണായക ശക്തിയായി മാറി ലോകത്തിന് മുഴുവൻ മാതൃകയായി തല ഉയർത്തി നിൽക്കുമെന്നത് ഇനി അഭിപ്രായ വ്യത്യാസമില്ല. ലോകത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ ഇന്ന് ഇന്ത്യയുടെയും മോദിയുടെയും പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ഈ സൗഹൃദത്തിനെ പറ്റിയും കരാറുകളെ പറ്റിയുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.